മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. എക്സ്ലോജി കേസിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന് മുൻ കേന്ദ്രമന്ത്രി PC തോമസ്. കേരള കോൺഗ്രസ് ചുങ്കത്രയിൽ സംഘടിപ്പിച്ച ജില്ലാ നേതൃത്വ കൺവെൻഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സ്ലോജിക് എന്ന കമ്പനി എന്താണെന്ന് കമ്പനി ഉടമയായ വീണയ്ക്ക് പോലും പറയാൻ അറിയുമോ എന്ന് സംശയമാണ്. ചുങ്കത്രയിൽ നടന്ന കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വ കൺവെൻഷനിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എനിക്കറിയില്ല, പക്ഷേ എക്സാലോജിക് കമ്പനി എന്താണ് എന്ന് അതിൻ്റെ ഉടമസ്ഥയായ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വീണ എന്ന് പറയുന്ന വളരെ പൊങ്ങി നിൽക്കുന്ന, എന്നാൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ആ വീണയ്ക്ക് പോലും പറയാൻ അറിയാമോ എന്ന് സംശയമാണ്. പക്ഷെ വീണയാണ് അതിൻ്റെ ആള് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ വീണയുടെ പേരിൽ അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ 2.70 കോടി രൂപ വന്നത് അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് അറിയത്തില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ചിലപ്പോൾ അറിഞ്ഞു കാണുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി എന്ന്. ആ പ്രതിയെ മാറ്റി നിർത്തി മറ്റൊരു പ്രതിയെ ഉണ്ടാക്കി, മകളാണെങ്കിലും പ്രതിയായിട്ട് തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് പിണറായി കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹം മകളെ തന്നെ പ്രതിയാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. പണ്ട് കേസ് വരികയാണ്. കേസ് വന്നാൽ കേസായി, കേസ് കോടതി കുറ്റപത്രം സ്വീകരിച്ച് സമൻസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ സമൻസ് അയക്കുക എന്ന് പറയുമ്പോൾ പ്രതികൾക്ക് സമൻസ് അയക്കുമ്പോൾ വീണ വിജയന് പ്രധാനപ്പെട്ട ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് സമൻസ്. വീണയാണ് അതിന്റെ ആള് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വീണയുടെ പേരിൽ കമ്പനിയുടെ പേരിൽ 2.70 കോടി രൂപ വന്നത് അവർ അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് അറിയുന്നത് മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം മുഖ്യമന്ത്രിയാണ് കേസിലെ യഥാർത്ഥ പ്രതിയെന്ന്. ആ പ്രതിയെ മാറ്റി നിർത്തി മറ്റൊരു പ്രതിയെ ഉണ്ടാക്കി. മകളാണെങ്കിലും തൽക്കാലം ഒരു പ്രതിയായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പിണറായി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു വശത്തുകൂടി പിണറായി വിജയൻ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷക ജനതയ്ക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന രീതിക്കും ഭരണഘടനാപരമായ വീഴ്ചകൾക്ക് ഉത്തരം നൽകാതെയും ചർച്ച നടത്താതെയുമുള്ള നടപടിയെ എതിർക്കുക എന്നത് ന്യായവും യുക്തവുമായിരുന്നുവെന്നും മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി കിട്ടണമെന്നതാണ് തങ്ങളുടെ കാഴ്ചപ്പാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കേണ്ടി വന്നു. അതിനെ ശക്തമായിട്ട് എതിർത്തതിന് കാരണങ്ങളുമുണ്ടായിരുന്നു. ഏതായാലും മുനമ്പത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അത്യാവശ്യം അവരുടെ ഭൂമി തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിനൊന്നും ഞങ്ങളാരും എതിരെല്ലാം തന്നെയല്ല, പൂർണ്ണ സപ്പോർട്ടാണ്. ഞങ്ങളൊക്കെ അവിടെ പോയി അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളവരാണ്. അപ്പം ഞാൻ പറയുന്നത്, ഈ വഖഫ് നിയമം ഉൾപ്പെടെ ഏത് നിയമമാണ് എങ്കിലും കൃഷിക്കാരെയും സാധാരണക്കാരെയും ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു രീതി ഉണ്ടാകരുത്. മുനമ്പത്തിന് ഞങ്ങൾ എതിരല്ല. മുനമ്പത്തിലെ ആളുകൾക്ക് അവരവരുടെ ഭൂമി കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിനൊന്നും എതിരല്ല. പക്ഷേ ഈ നിയമം കൊണ്ടുവന്ന രീതിക്കും ഈ നിയമം കൊണ്ടുവന്ന പല കാരണങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള വീഴ്ചകൾക്ക് ഒന്നും ഉത്തരം പറയാതെ, അതിനു മുമ്പ് ഒരു ചർച്ച പോലും നടത്താതെ ഇങ്ങനെ കൊണ്ടുവന്നതിൽ അതിനെ എതിർക്കുക എന്നുള്ളത് ന്യായവും യുക്തവും അത് ചെയ്യേണ്ടതുമായിരുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വൻ വിജയമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.